അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 5/7/2024 ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹിജ്റ നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുകയാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി ഹിജ്റ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠം, നാം സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എന്തൊക്കെ ചെയ്യണം. ക്ഷമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഹിജ്റ. മനുഷ്യൻ എപ്പോഴും കർമ്മനിരതനാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവന് ഏറ്റവും നല്ല ഭാവിയുണ്ടാകണം, ഏറ്റവും മെച്ചപ്പെട്ടത് ലഭിക്കാൻ വേണ്ടി അവൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കണമെന്ന് ഹിജ്റ നൽകുന്ന സന്ദേശമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുമതി ലഭിച്ചപ്പോൾ അവിടുന്ന് അടുത്ത സുഹൃത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോയി കാണുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് അത്രമാത്രം അടുപ്പമുള്ള അവിടുത്തെ സന്തത സഹചാരിയാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം ചേരുകയും ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റയുടെ അനുവാദം കിട്ടിയപ്പോൾ അവിടുന്ന് യാത്രക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു. ശേഷം അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിനോട് സഹായം തേടുകയാണ്. അവർ തൽക്കാലം വിശ്രമിക്കാൻ വേണ്ടി കയറിയ ഗുഹാമുഖത്ത് ശത്രുക്കളുടെ കാൽപ്പെരുമാറ്റം കേട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ കാൽപാദങ്ങൾ കാണുകയാണ്. പേടിച്ചു വിറച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുനബിയോട് പറയുകയുണ്ടായി, ലൗ അന്ന അഹദൻ നളറ തഹ്ത ഖദമൈഹി ലഅബ്സറന. തിരുദൂതരെ, അവരിൽ ആരെങ്കിലും ഒരാൾ അവരുടെ കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയപ്പെട്ടില്ല. സുസ്മേരവദനായിക്കൊണ്ട് നിർഭയത്വത്തോടുകൂടെ അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിൽ നാം ഭരമേൽപ്പിച്ചാൽ, അള്ളാഹുവിൽ നാം സഹായം തേടിയാൽ അവൻ നമ്മെ കൈവെടിയില്ല. നബിതങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രതിവചിച്ചു, മാ ലന്നുക യാ അബൂബക്കർ ബിസ്നൈൻ. അബൂബക്കർ, ഈ ഇരിക്കുന്ന ഇരുവരെ പറ്റിയിട്ട് നിന്റെ ഭാവന എന്താണ്? ഇവരോടൊപ്പം മൂന്നാമനായി അള്ളാഹു കൂടെയുണ്ട്. സത്യവിശ്വാസിക്ക് എപ്പോഴും ശുഭപ്രതീക്ഷയുള്ളവനാകണം. അള്ളാഹു അവനെ ഒരിക്കലും കൈവടിയില്ല എന്ന പാഠം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പകർന്നു നൽകുകയാണ്. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൽ നാം ഭരമേൽപ്പിച്ചാൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കും എന്ന നല്ല പാഠം ഹിജ്റയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുകയാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഷാപരമായ അർത്ഥം ഹിജ്റ എന്ന് പറയാൽ വെടിയുക, ഒഴിവാക്കുക എന്നതാണ്. നാം നമുക്ക് യോജിക്കാത്തതും ചീത്തയായതും മ്ലേച്ഛതുമായത് എല്ലാത്തിനെയും നാം ഒഴിയണം, വർജിക്കണം. വർറുജ്സ ഫഹ്ജുർ. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. ചീത്തയായതിനെയും മ്ലേച്ഛമായതിനെയും നിങ്ങൾ ഒഴിവാക്കണം, അത് നമുക്ക് ചേർന്നതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, അയ്യുൽ ഹിജ്റത്തി അഫ്ളൽ. തിരുദൂതരെ, ഏറ്റവും നല്ല ഹിജ്റ ഏതാണ്? അവിടുന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല, നിന്റെ രക്ഷിതാവ് ഇഷ്ടപ്പെടാത്തതിനെ നീ ഒഴിവാക്കൽ, അത് വർജിക്കൽ, അതാണ് ഏറ്റവും നല്ല ഹിജ്റ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നാം ഹിജ്റയുടെ ഓർമ്മ പുതുക്കുന്ന സന്ദർഭത്തിൽ ഹിജ്റ നമുക്ക് നൽകുന്ന പാഠങ്ങൾ നാം ഉൾക്കൊള്ളണം.
ക്ഷമയുണ്ടാവണം മനുഷ്യന്. അവൻ എപ്പോഴും കർമ്മനിരതനാവണം. ഏറ്റവും നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് അവൻ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള സാഹചര്യം അവൻ എപ്പോഴും ഒരുക്കണം. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. അള്ളാഹു ഒരിക്കലും നമ്മെ കൈവടിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു തിരുദൂതരുടെ ആ ഹിജ്റയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യത്തുമൊക്കെ അവൻ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.